ഞാനും എൻ്റെ മോളും കൂടെ ഗുരുവായൂരിൽ വന്നു. ട്രെയിനിലാണ് വന്നത്. വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു ട്രെയിനിൽ. കഴിഞ്ഞ രാത്രിയിൽ മുഴുവൻ ട്രെയിനിനകത്തായിരുന്നു. 2:30 കൊല്ലത്തു നിന്നും ട്രെയിൻ കയറിയതാണ്. രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴാണ് ഗുരുവായൂർ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയത്. അവിടെ നിന്നും ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ താമസിച്ചു, മുറിയെടുത്ത് താമസിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂരെല്ലാം കാണുവാനായിട്ട് നടന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് ഉച്ചഭക്ഷണമാണ്. നല്ല ബിരിയാണിയാണ്. നമ്മൾ താമസിച്ച ലോഡ്ജിലാണിത്. അതുപോലെ തന്നെ ഞങ്ങളെല്ലായിടവും ഞാനും മോളും കയറി നടന്ന് കണ്ടു. എന്താ ഷോപ്പിംഗ് ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അവിടെ അതിൻ്റെ ചുറ്റിനും ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്. അപ്പം ഈ പപ്പടം കണ്ടു, വലിയ പപ്പടം, പല സൈസിലുള്ള പപ്പടം. ഗുരുവായൂർ പപ്പടം എന്നുള്ളത് തന്നെ പേര് കേട്ട പപ്പടമാണ്. അപ്പം ഞങ്ങളതെല്ലാം വന്ന് കണ്ടു. കുറേയൊക്കെ നമ്മൾ വാങ്ങി. അതുപോലെ തന്നെ നല്ല വിവിധ, അതായത് ഫുഡ് ഐറ്റംസാണ് ധാരാളം. ഓരോ കടകളുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോഴും ഇതുപോലെ പപ്പടങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് വലിയൊരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ വലിയ ഈ സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ വീണ്ടും പപ്പടം വന്നിരിക്കുന്നു. നമ്മളെടുത്ത വീഡിയോകളൊക്കെയാണ് ഇങ്ങനെ നമ്മളെ തിരക്കി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെയും കൂടെ കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കണ്ടില്ലേ, തൂങ്ങിയാടുന്ന പലഹാരം, മധുരപലഹാരം കണ്ടില്ലേ. ഇപ്പോൾ ഗുരുവായൂർ വന്നാൽ അലുവ, മധുരപലഹാരങ്ങൾ, പപ്പടം, അതുപോലെ തന്നെ ഈ കളിപ്പാട്ടങ്ങൾ. എന്തുവാ കളിപ്പാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ചിലവാണ്. ഇത് കൊച്ചുങ്ങൾക്കെന്ന് പറയുമ്പോൾ ഇതെല്ലാം വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നത് എന്തിനെന്ന് വെച്ചാൽ എൻ്റെ മകൾക്കും അവരുടെ കൂട്ടുകാർക്കും 5 കുട്ടികളുണ്ട്. അവർക്ക് ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയാണ്. അവരുടെ ഒരു നേർച്ച പോലെ അല്ലെങ്കിൽ ഒരു അരങ്ങേറ്റം പോലെയാണ് ഇവിടെ നടത്തുന്നത്. അതിനു വേണ്ടിയാണ് വന്നത്. അടുത്ത വ്ലോഗിൽ ഡാൻസൊക്കെ ഇടും. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ, എന്താ കരവിരുത്, ഇത്രയും നമ്മൾ ആരെക്കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ കരവിരുത്. എന്ത് മനോഹരമായിട്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. മനുഷ്യന് ഇത്രയും ഭാവനയോ എന്ന് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നാളെ ഡാൻസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാം ഒന്ന് ചുറ്റി കണ്ടു. അതിൻ്റെ എല്ലാം വീഡിയോകളൊക്കെ പിടിച്ച് ഇട്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.